ഒരു മദ്യശാലയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. മദ്യശാലയിൽ ഒരു കുടിയൻ ആവോളം മദ്യപാനം ചെയ്തുകൊണ്ട് ഉച്ചത്തിൽ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയാണ്. വനത്തിനരികിലൂടെ കടന്നു പോകുന്ന മൺപാതയോട് ചേർന്നാണ് ഈ ചെറിയ ക്യാൻറ്റീൻ സ്ഥിതി ചെയ്യുന്നത്. ആളുകൾക്ക് വേണ്ട മദ്യവും മറ്റും ഇവിടെ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടേക്ക് കുടിക്കുവാൻ എത്തിയ വ്യക്തിയാണ് കുടിച്ച് ലക്ക് കെട്ട് ഉച്ചത്തിൽ പാട്ട് പാടുകയും നൃത്തം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കുചേരുവാൻ അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. സമയം കുറെ കൂടി മുന്നിലേക്ക് പോയപ്പോൾ മദ്യപാനം അവസാനിപ്പിച്ച് അതിനുള്ള പണം നൽകിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പുറത്തിറങ്ങി. ആടി ഉലഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പാട്ട് പാടിക്കൊണ്ട് ആ മൺപാതയിലൂടെ അദ്ദേഹത്തിന്റെ ഗ്രാമം ലക്ഷ്യമാക്കി അയാൾ നടന്നു. ദീദിഹാഡ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടുത്തെ ഒരു കൊച്ചു കുടിലാണ് അദ്ദേഹം വസിക്കുന്നത്. അത് ലക്ഷ്യമാക്കിയാണ് അയാളിപ്പോൾ നടന്ന് നീങ്ങുന്നത്. ആടി ഉലഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പാട്ട് പാടിക്കൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങി. അയാൾ പോലും അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ പതിയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ യാത്രകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് മഞ്ഞക്കണ്ണുകൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. കാൽപതന ശബ്ദം പോലും കേൾക്കാതെ ആ ഗ്രാമീണനറിയാതെ ആ പുലി അദ്ദേഹത്തെ പിന്തുടർന്നു വന്നു. ഗ്രാമത്തിലെ ആദ്യത്തെ കുടിൽ അയാളോട് തന്നെയായിരുന്നു. അയാൾ അവിടെ എത്തുന്ന സമയം അയാളുടെ ഭാര്യ അരി ഇടിക്കുകയാണ്. വലിയ നീളമുള്ള ഉളക്കകൾ കൊണ്ട് ഇടിയിലിട്ടുകൊണ്ടാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിച്ചിരുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും അവർ ഫോളോ ചെയ്യുന്നത്. അതായത് വലിയ നീളമുള്ള ഉളക്കയുടെ രണ്ടറ്റങ്ങളിലും ഒരു ഇരുമ്പ് ലോഹം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. അരി നല്ലപോലെ ഇടിയുവാനും ആ ഉളക്കയ്ക്ക് വളരെ വേഗം തേയ്മാനം ഉണ്ടാകാതിരിക്കുവാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അയാൾ വന്നുവെന്ന് അവർക്ക് മനസ്സിലായി. കാരണം എന്നും കടന്നു വരുന്നത് പോലെ തന്നെ കുടിച്ചു കൂസായാണ് അയാൾ ഇന്നും വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഉച്ചത്തിൽ പാട്ട് പാടിക്കൊണ്ട് വരുന്നത് അവൾക്കും കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇവരൊന്നും കാണാതെ ആ പുലി അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി ഇത് തന്നെയാണ് പറ്റിയ സമയമെന്ന് മനസ്സിലാക്കി. ഇനിയും കുറച്ചുകൂടി അവനെ പിന്തുടർന്നു പോയാൽ വീടിനുള്ളിൽ കയറിയാൽ തൻ്റെ ഇരയെ തനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ആ പുലി ആ സമയം തന്നെ അവിടെ തിരഞ്ഞെടുത്തത്. ഒട്ടും സമയം പാഴാക്കാതെ വീടിന്റെ കവാടത്തിനുള്ളിലേക്ക് കയറുവാൻ പോയ അയാളുടെ മേലെ ആ പുലി ചാടി വീണു. തന്റെ കൂർത്ത നഖങ്ങൾ അയാളുടെ പുറത്തേക്ക് ആഴത്തിലിറക്കി. പാട്ടിനൊപ്പം ഉച്ചത്തിലുള്ള നിലവിളിയും കേട്ട് പന്തികേട് തോന്നിയ ഭാര്യ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തി. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഒരു പുലി തന്റെ ഭർത്താവിനെ ആക്രമിക്കുന്ന കാഴ്ച. അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവുമില്ല. അവർ ആകെ ഭയന്നു. അവർ വളരെ വേഗം അകത്തേക്ക് പോയി അവരുടെ കയ്യിൽ കിട്ടിയ ആ വലിയ ഉളക്ക എടുത്തുകൊണ്ട് പുറത്തേക്ക് അലറി വിളിച്ചുകൊണ്ട് ആ പുലിയുടെ നേരെ ചാടി വീണു. മറ്റൊന്നും അവൾ ചിന്തിച്ചില്ല. തലങ്ങും വിലങ്ങും ആ പുലിയെ ആ ഉളക്ക കൊണ്ട് അടിച്ചു. അടിയുടെ വേദന കൊണ്ടായിരിക്കാം ആ പുലി ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് മുരണ്ടുകൊണ്ട് ഗ്രാമത്തിലെ മൺവിരിച്ച പാതയിലൂടെ ഓടുകയും പിന്നീട് വനത്തിൽ അപ്രത്യക്ഷമാകുകയും ചെയ്തത്. തന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ ആ പുലിയുടെ കൂർത്ത നഖങ്ങൾ ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു. ധാരാളം രക്തവും നഷ്ടപ്പെടുവാൻ തുടങ്ങിയിരുന്നു. അവർ സഹായത്തിനു വേണ്ടി ഉച്ചത്തിൽ അലറി. അവരുടെ അലർച്ച കേട്ടുകൊണ്ടാണ് അടുത്തുള്ള ആളുകൾ അവിടേക്ക് ഓടിക്കൂടിയത്. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ അവിടേക്ക് എത്തിയ ആളുകൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത്. അതിനുശേഷം വനപാലകർക്ക് അവിടുത്തെ ആളുകൾ കംപ്ലൈൻറ്റ് നൽകുകയും ചെയ്തു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് PB കോളറിയുടെ ദ ആൽക്കഹോളിക് മാനേജേഴ്സ് ഓഫ് ദീദിഹാഡ്. അതാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥയുടെ തുടക്കം 2014 പിത്തോഗ്രാം ഡിസ്ട്രിക്റ്റിനും ബലേശ്വര ഡിസ്ട്രിക്റ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലാണ് ഇത് തുടങ്ങിയത്. 11 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് പുലിക്ക് ഇരയായിത്തീർന്നത്. നേരം പുലർന്നതിന് ശേഷമാണ് അവിടുത്തെ ആളുകൾ കുട്ടിയുടെ ശരീരം കണ്ടെത്തുന്നത്. ഈ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നു. അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അധികാരികൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇതായിരുന്നു. രാത്രി 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി തൻ്റെ വീട്ടിൽ നിന്നും മുത്തശ്ശനൊപ്പം അങ്കിളിനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മൺപാത വഴിയാണ് അവർക്ക് അവിടേക്ക് നടന്നെത്തേണ്ടത്. കുട്ടിയുടെ കൈവശമാണ് മുത്തശ്ശൻ്റെ മൊബൈൽ ഫോൺ ഇരുന്നത്. ബട്ടൺ ഫോണാണ്.
ടോർച്ചുമുണ്ട് അതിൽ. 2014 കാലഘട്ടങ്ങളിലുള്ള ഫോണിനെ പറ്റി നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അങ്ങനെ അവരിരുവരും അവരുടെ വീട്ടിൽ നിന്നും ഏകദേശം പാതി ദൂരത്തോളം സഞ്ചരിച്ച് കാണണം. വിജനമായ പ്രദേശമാണ്. ഇരുട്ട് എങ്ങും മൂടിക്കഴിഞ്ഞിരുന്നു. മുത്തച്ഛൻ്റെ കയ്യിൽ ഒരു ടോർച്ചും കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോണുമാണുള്ളത്. അങ്ങനെ മുത്തച്ഛനിൽ നിന്നും ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ടാണ് ആ കുട്ടി ഇപ്പോൾ മുന്നിൽ നടന്നു നീങ്ങുന്നത്. തൻ്റെ അപ്പൂപ്പൻ അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൻ ഓടി ഓടി മുന്നിലേക്ക് ഓടി അകലുകയാണ്. ഇരുട്ട് നിറഞ്ഞ പ്രദേശം. അവിടെ വിജനമായി കിടക്കുന്ന ആ പ്രദേശത്തു കൂടി അവൻ നടന്നകന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ വലതുഭാഗത്തു നിന്നും ഒരു പൂച്ചയുടെ കരച്ചിൽ അവൻ കേട്ടു. ഒരു കുഞ്ഞു പൂച്ചയുടെ കരച്ചിൽ. അവന് കൗതുകമേറി. അവൻ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ മുത്തച്ഛനോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു കൊച്ചു പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഈ രാത്രിയിൽ എന്താണ് ഇവൻ ഇവിടെ കാര്യം? അവന് കൗതുകമേറി. 2 പൂച്ചക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ അവിടേക്ക് ആ കുറ്റിക്കാടിനിടയിലേക്ക് നടന്നു നീങ്ങി. തൻ്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് പ്രകാശിപ്പിച്ചുകൊണ്ടാണ് അവൻ അവിടേക്ക് കയറിയത്. പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു. ആ മുത്തച്ഛനും അത് വ്യക്തമായി തന്നെ കേട്ടതാണ്. അവൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇവിടെ 2 പൂച്ചക്കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇവയെ നമുക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന്. ആ പ്രായമായ മനുഷ്യൻ തൻ്റെ കൊച്ചുമകൻ്റെ അരികിലേക്ക് നടന്നെത്തുന്നതിന് മുന്നേ തന്നെ അതും അവിടെ സംഭവിച്ചു. പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിലിനൊപ്പം പിന്നീട് അവിടെ ഉയർന്നു കേട്ടത് ഒരു പുലിയുടെ ഉഗ്രമായ ഗർജനവും പിന്നെ തൻ്റെ കൊച്ചുമകൻ്റെ അലർച്ചയുമായിരുന്നു. ഒരു നിമിഷത്തേക്ക് അദ്ദേഹം അവിടെ തരിച്ചു നിന്നുപോയി. രാത്രിയിൽ ആ പ്രായമായ മനുഷ്യൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുവാനാണ്? ആ പുലി തൻ്റെ കൊച്ചുമകനെ പിടിച്ചിരിക്കുന്നു. പിന്നീട് അവൻ്റെ ഒച്ചയോ ശബ്ദമോ ഒന്നും അവിടെ ഉയർന്നു കേട്ടില്ല. എന്തിന് ആ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ശബ്ദം പോലും പിന്നീട് അയാൾ കേൾക്കുവാൻ ഇടയായില്ല. പിറ്റേന്ന് രാവിലെ അവിടേക്കെത്തിയ ഗ്രാമീണരാണ് ആ കുട്ടിയുടെ ശരീരം അവിടെ നിന്നും ഏകദേശം കുറച്ചു മാറി ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ അരികിൽ നിന്നും കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ ഈ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നു. അറിഞ്ഞ പാടെ അവരാദ്യം വിവരം അറിയിച്ചത് ലഖ്പത് സിംഗ് റാവത്തിനെ ആയിരുന്നു. അദ്ദേഹം സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്തു. അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഇതൊരു നരഭോജിയായ പുലിയാണെന്നാണ്. അതിൻ പ്രകാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിനെ കൊല്ലുവാൻ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. അവിടുത്തെ ആളുകൾ ക്ഷുഭിതരാണ്. അവരെ തണുപ്പിക്കുവാൻ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു നരഭോജിയായ പുലിയുടെ ഉദയമാണ് ഇവിടെ ആരംഭിച്ചതെങ്കിൽ ഇനിയും ആരെയൊക്കെയാണ് ഗ്രാമത്തിൽ നിന്നും അവൻ്റെ ഇരയാക്കി മാറ്റുവാൻ പോകുന്നതെന്ന ഭയത്തിലായിരുന്നു അവിടുത്തെ ഗ്രാമീണർ. ഭയവും ദേഷ്യവും എല്ലാം കൊണ്ടായിരിക്കാം അവിടുത്തെ ആളുകൾ ക്ഷുഭിതരായത്. ആ വൃദ്ധനായ മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ തന്നെ സമയമേറെ എടുത്തു. ഇനി ഒരിക്കലും തൻ്റെ കൊച്ചുമകൻ്റെ ശബ്ദം അയാൾക്ക് കേൾക്കുവാൻ സാധിക്കില്ല എന്ന വിവരം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അയാൾ തരിച്ച് അവിടെ ഇരുന്നു പോയത്. എന്തായാലും സ്ഥലത്തേക്കെത്തിയ റാവത്ത് അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തി. അവിടെ എന്താണ് സംഭവിച്ചതെന്നും ഇതിന് പിന്നിൽ ഇവിടുത്തെ ആളുകൾ പറയുന്നത് പോലെ ഒരു നരഭോജിയായ പുലിയാണോ എന്ന് അന്വേഷിക്കുകയുമായിരുന്നു അയാൾ ചെയ്തത്. അവിടെ കണ്ട അടയാളങ്ങളും പക്മാറുകളും അയാൾ വിശദമായി തന്നെ പരിശോധിച്ചു. അയാളുടെ പരിശോധനയിൽ നിന്നും അയാൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതിന് പിന്നിൽ ഒരു പുലിയാണെന്ന് തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ ആളുകൾ പറയുന്നത് പോലെ ആ പുലി ഒരു നരഭോജി ആയിരുന്നില്ല. കാരണം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു. പുലി പിടിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ ശരീരം അവിടെ നിന്ന് അവർ കണ്ടെത്തിയിരുന്നു. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും നഷ്ടമായിട്ടില്ല. പുലിയുടെ കൂർത്ത പല്ലുകളും ആഴത്തിലുള്ള മുറിവുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ആയിരിക്കാം ആ കുട്ടി മരണപ്പെട്ടത്. പിന്നെ കൂടുതൽ പരിശോധനയിൽ നിന്നും മറ്റ് കാര്യങ്ങളും വൃദ്ധന്റെ സംസാരത്തിൽ നിന്നും കിട്ടിയ കുറച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിൽ റാവത്ത് എത്തിച്ചേർന്നിരുന്നു. അത് ഇതാണ്. അവിടെ ആ പുലിയുടെ കാൽപ്പാടിന് പുറമെ 2 കാൽപ്പാടുകൾ കൂടി കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ആ 2 കാൽപ്പാടുകൾ അതിൻ്റെ കുട്ടികളുടേതായിരുന്നു. അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതൊരു പെൺപുലിയാണെന്നും അതിൻ്റെ കുട്ടികളുമായി അതവിടെ ഇരിക്കുകയായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ ഒരു പുലി ഒരിക്കലും ഒരു നരഭോജിയല്ല. തൻ്റെ കുട്ടികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു പ്രതിരോധം മാത്രമാണ് അത് തീർത്തതെന്ന് അയാൾ പറഞ്ഞു. എങ്ങനെയെന്നും വിശദീകരിച്ചു. പൂച്ചയുടെ കരച്ചിൽ കേട്ടത് ഒരുപക്ഷെ കുട്ടിയുടെ കരച്ചിലായിരിക്കാം. അത് കേട്ടായിരിക്കാം ആ കുട്ടി കൗതുകത്തിന് അവിടേക്ക് വന്നത്. തൻ്റെ കുട്ടികൾക്കുള്ള ഇര പിടിക്കുവാൻ വേണ്ടി ആ തള്ളപ്പുലി അവിടെ നിന്ന് മാറിയ സമയവും അത് തന്നെ ആയിരിക്കാം. പുലിയുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് തൻ്റെ തള്ളയെ വിളിച്ചതായിരിക്കാം. കുട്ടി അടുത്തോട്ട് ചെന്ന് അവയെ പിടിക്കുവാൻ ചെന്ന സമയം ഒരുപക്ഷെ തള്ളപ്പുലി കരുതി കാണണം തൻ്റെ കുട്ടികളെ അപഹരിക്കുവാനോ അപകടപ്പെടുത്തുവാനോ വന്ന ഇരയായിരിക്കാം ഇവനെന്ന്.
എന്ന് കരുതിയായിരിക്കാം സംരക്ഷണത്തിന് വേണ്ടി ആക്രമണം അഴിച്ചുവിട്ടത്. തൻ്റെ കുട്ടികളെ രക്ഷിക്കുവാൻ വേണ്ടി ആ കുട്ടിയെ ആ പുലി കടിച്ചു കൊന്നത്. ഇങ്ങനെയല്ലാതെ വന്യജീവികൾക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ മറ്റു വഴികളൊന്നും അറിയില്ല. ഇത് നരഭോജിയായ പുലിയല്ല എന്നും ഇത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും റാവത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറയുകയും അതിനെ കൊല്ലുവാനുള്ള ഉത്തരവ് പിൻവലിപ്പിക്കുകയും ചെയ്തു. അതിനു പുറമെ ഈ വിവരങ്ങൾ അത്രയും ഗ്രാമസഭയിലും അദ്ദേഹത്തിന് പറയേണ്ടതായി വന്നു. കാരണം അവിടുത്തെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും റാവത്തിന് തന്നെയായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി അവിടേക്കെത്തിയ ഈ പുലിയെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും അതിൻ്റെ കുട്ടികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്തതെന്നും അതിനറിയില്ലല്ലോ ഇതൊരു കുട്ടിയാണെന്നും കൗതുകത്തിന് നോക്കാൻ വന്നതാണെന്നുമെല്ലാം. അങ്ങനെ സംഭവിച്ച ഒരു കൊലപാതകമാണെന്നും അയാൾ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അവിടുത്തെ ആളുകളെയും ശാന്തമാക്കുവാൻ അന്ന് റാവത്തിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ലഖ്പത് സിംഗ് റാവത്തിൻ്റെ സഹായത്തോടെ ആ 11 വയസ്സുകാരൻ്റെ കൊലപാതകം നടത്തിയത് ഒരു നരഭോജിയായ പുലിയല്ല എന്ന് കണ്ടെത്തുകയും ആ കേസ് അവിടെ ക്ലോസ് ചെയ്യുവാനും വനപാലകർക്ക് സാധിച്ചു. അവിടെ നടന്ന ആ പുലിയുടെ ആക്രമണത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ഈ ഗ്രാമത്തിൽ നിന്നും കുറച്ചു മാറി ഉത്തരാഖണ്ഡിലെ പിത്തോഗ്രാം ഡിസ്ട്രിക്റ്റിലെ ദീദിഹാട്ട് എന്ന ഗ്രാമത്തിൽ മറ്റൊരു സംഭവം അരങ്ങേറി. ഒരു പുലിയുടെ ആക്രമണം തന്നെയായിരുന്നു ഇത്. ആദ്യം നടന്ന സംഭവ സ്ഥലത്ത് നിന്നും വളരെ ദൂരമല്ലാതെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ വനപാലകർ ലഖ്പത് സിംഗ് റാവത്തിനെ വിവരമറിയിച്ചു. വിവരം കേട്ടപ്പോൾ ആദ്യം റാവത്തും സംശയിച്ചിരുന്നു ഇനിയും ആദ്യത്തെ സംഭവത്തിലെ പ്രതി തന്നെയാണോ ഇവിടെയും പ്രതിയായിരിക്കുന്നതെന്ന്. കുറച്ച് സമയങ്ങൾക്കപ്പുറം റാവത്ത് സംഭവസ്ഥലം സന്ദർശിച്ചു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ഇൻവെസ്റ്റിഗേഷനൊടുവിൽ അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ആദ്യം നടന്ന സംഭവത്തിൽ അതിലെ പ്രതി ഒരു പെൺപുലിയും 2 കുട്ടികളുമായിരുന്നു. എന്നാൽ ഇതിലെ പ്രതി ഒരു പെൺപുലിയില്ല, മറിച്ച് ഒരു ആൺപുലിയുമാണ്. ആദ്യം കണ്ട പുലിയുടെ വലിപ്പത്തിനേക്കാൾ വലിയ കാൽപ്പാടുകളാണ് ഇവിടെ ഉള്ളത്. അതിനർത്ഥം നമ്മൾ ആദ്യത്തെ പ്രതി എന്ന് കരുതപ്പെടുന്ന ആ പെൺപുലിയേക്കാൾ വലിപ്പമുള്ള ഒരു ആൺപുലിയാണ് ഈ കൃത്യത്തിൽ ഇവിടെ പങ്കുചേർന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോഴാണ് അവിടുത്തെ വനപാലകർക്ക് ശ്വാസം നേരെ വീണത്. അതുമാത്രമല്ല, ഈ കൃത്യത്തിൽ ഇരയ്ക്ക് പരുക്കുകൾ മാത്രമാണ് പറ്റിയിരുന്നത്, മരണപ്പെട്ടിട്ടില്ല. അതും ഒരു ആശ്വാസം തന്നെയാണ്. എങ്കിലും വനമിറങ്ങി വന്ന ഒരു പുലിയുടെ ആക്രമണം അത് ഒരു നരവേട്ടയാകുവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലും അവിടുത്തെ വനപാലകർ എത്തിച്ചേർന്നു കഴിഞ്ഞിരുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ വെള്ളമടിച്ചുകൊണ്ടുവന്ന ആ വ്യക്തിയുടെ കഥയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2014 ഓഗസ്റ്റ് 2-നാണ് ഈ സംഭവം നടക്കുന്നത്. അയാൾക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിരുന്നത് അദ്ദേഹത്തിൻ്റെ പുറത്തായിരുന്നു. ആ പുലിയുടെ കൂർത്ത നഖങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറം ആകെ ആഴത്തിൽ മുറിവ് സമ്മാനിച്ചിരുന്നു. ധാരാളം രക്തം അതിൽ നിന്ന് നഷ്ടമാകുവാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പരിക്ക് പറ്റിയ അയാളെ തക്ക സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാൻ സാധിച്ചതുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചു. ഇനിയും ഒരുപക്ഷെ ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവനായിരിക്കുമോ? അവൻ ഒരിക്കലും കുട്ടികളെയോ വൃദ്ധന്മാരെയോ ആക്രമിക്കാറില്ല. അവൻ ആക്രമിച്ച അത്രയും പേര്, അല്ലെങ്കിൽ അവൻ കൊലപ്പെടുത്തിയ അത്രയും പേര് കുടിയന്മാരാണ്. അവൻ കൊന്നവരുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒരു കുട്ടിയോ വൃദ്ധനോ ഉറപ്പായും ഉണ്ടായിരിക്കുകയില്ല. അതുമാത്രമല്ല, മാംസം ആഹരിച്ചിട്ടുമില്ല. എന്നാൽ അവൻ കുടിക്കുന്ന ആളുകളെയെല്ലാം കൊല്ലും. 2012 ജനുവരി 23-നാണ് ഇവന്റെ ഭാഗത്തു നിന്നുമുള്ള ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഒരു കുടിയൻ, മുഴുക്കുടിയൻ, അയാൾക്ക് ബന്ധുക്കളോ കൂട്ടുകാരോ ഒന്നും തന്നെ ഇല്ല. കാരണം അയാളുടെ സ്വഭാവം അത്രയ്ക്കും വൃത്തികേട്ടതാണ്. കാണുന്ന ആളുകളെയെല്ലാം ചീത്ത പറയുകയും ഹരാസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് എല്ലാവരാലും ഒറ്റപ്പെട്ടും തഴഞ്ഞും ദിവസത്തിൽ 3/4 ഭാഗവും കുടിച്ചുകൊണ്ടല്ലാതെ അയാളെ ആരും തന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. റോഡിലും വഴിയിലുമെല്ലാം അയാൾ കുടിച്ച് ബോധം കെട്ട് കിടക്കും. അന്നത്തെ ദിവസവും വൈകുന്നേരം അയാൾ മൂക്കുമുട്ടം കുടിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കണ്ടതാണ്. കുടിച്ച് ലക്ക് കെട്ട് 4 കാലിൽ അയാൾ റോഡിലൂടെ നടന്നു പോകുന്നതും അവിടുത്തെ ആളുകൾ കണ്ടതാണ്. എന്നാൽ പിന്നീട് കുറച്ച് നാളത്തേക്ക് അയാളെ ആരും തന്നെ കണ്ടില്ല. അയാൾക്ക് കുടുംബമോ കുട്ടികളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളുടെ തിരോധാനം ആരും റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം അയാളുടെ ശരീരം കുറച്ചു പേർ കണ്ടെത്തി. അഴുകിയ അവസ്ഥയിലായിരുന്നു അയാളുടെ ശരീരം ആളുകൾ കണ്ടെത്തിയത്. പെട്ടെന്ന് ഈ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും മറ്റും അറിയിക്കുകയും അവിടെ പരിശോധനകളും മറ്റും ഉണ്ടായി.
ഇതിന് പിന്നിൽ ഒരു പുലിയാണെന്ന വിവരം അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. എന്നാൽ ഇതിന് പിന്നിൽ എന്ത് എന്ന് മാത്രം അവർക്കാർക്കും അന്ന് അറിയുവാൻ സാധിച്ചില്ല. മരിച്ചയാളുടെ ഉറ്റവരുടെയോ ഉടയരുടെയോ നമ്പരോ മറ്റുമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവരെ ആരെയും വിവരം അറിയിച്ചതുമില്ല. അയാളുടെ ശരീരം മറവ് ചെയ്തു. അയാൾ ആർക്കും വേണ്ടാത്ത ഒരു ഉപേക്ഷിക്കപ്പെട്ട ആളായതുകൊണ്ടായിരിക്കാം അവിടുത്തെ ആളുകളും അയാളുടെ മരണത്തിന് ഒരു വിലയും കൽപ്പിച്ചതുമില്ല. അങ്ങനെ 2-3 ദിവസങ്ങൾക്കപ്പുറം അവിടെ മറ്റൊരു കൊലപാതകം കൂടി അരങ്ങേറി. അതായത് ആ പുലിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ രണ്ടാമത്തെ ആക്രമണം. ആവോളം മദ്യം സേവിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു വന്ന ഒരുവനെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പിറ്റേ ദിവസമാണ് റോഡ് സൈഡിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരവും കണ്ടെത്തുന്നത്. അങ്ങനെ 1.5 വർഷങ്ങൾക്കിടയിൽ 16 പേരെയാണ് ആ പുലി നിഷ്കർണം കൊന്നുകളഞ്ഞത്. മൂക്കറ്റം കുടിച്ചുകൊണ്ട് പോകുന്നവരെ അല്ലാതെ മറ്റാരെയും ആ പുലി ആക്രമിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടികളെയോ വൃദ്ധന്മാരെയോ ആരെയും തന്നെ ആക്രമിച്ചിട്ടുമില്ല. അവിടുത്തെ ആളുകൾക്കിടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്: സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ മലനിരകൾ തണുക്കും. കാരണം പകൽ മുഴുവൻ അവൻ സൂര്യപ്രകാശത്താൽ ചൂട് പിടിച്ചു കിടക്കുകയാണ്. രാത്രിയാകുമ്പോഴേക്കും അവനെ തണുപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യരും. മദ്യം കൊണ്ട് വേണം മനുഷ്യരെ തണുപ്പിക്കുവാൻ. പകല് മുഴുവൻ പണിയെടുത്ത് രാത്രിയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ മല എങ്ങനെയാണോ തണുക്കുന്നത്, അതുപോലെ മനുഷ്യൻ്റെ ഉള്ളും തണുപ്പിക്കുവാൻ വേണ്ടിയാണത്രേ മദ്യം സേവിക്കുന്നത്. അങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളാണ് ആ ഭാഗങ്ങളിൽ പാടി നടക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള പഴഞ്ചൊല്ലുകളായിരിക്കാം പറയുന്നത്. പക്ഷേ ഒന്നുകൂടിയുണ്ട്: കുടിച്ചുകൊണ്ടു പോകുന്നവരെ മാത്രമാണ് പുലി ആക്രമിക്കുന്നത്. കുടിക്കാതെ പോകുന്നവരെ ഒന്നും അവൻ ആക്രമിക്കാറില്ല. കുടിച്ചിട്ടിറങ്ങിയാൽ മരണമുറപ്പ്, കുടിക്കാതെ വന്നാൽ വീട്ടിലെത്താം. ഇതുകൂടി അവിടുത്തെ ആളുകൾ ആ കാലങ്ങളിൽ പറയുവാൻ തുടങ്ങിയിരുന്നു. ആ പുലിയുടെ ആക്രമണത്തിൽ ഇരയായ 16 പേരിൽ 15 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്നും അവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് മനസ്സിലാക്കിയ കാര്യം ഇതാണ്: അവരുടെ ആരുടെയും ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും അവൻ ആഹരിച്ചിരുന്നില്ല. എന്നാൽ ഇരയെ കൊന്നതിന് ശേഷം ഇരയുടെ വയറുഭാഗം പൊളിച്ച് അത് കുടിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, കരളും ഹൃദയവും മാത്രമാണ് ആ പുലി ആഹരിക്കുന്നത്. ബാക്കി ശരീരത്തിൽ തൊടുക കൂടിയില്ല. ഇതുവരെ അവൻ കൊന്ന ഇരകളുടെ എല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് തന്നെയായിരുന്നു. അതിൽ നിന്നും ആളുകൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു: ആളുകളെ കൊല്ലുന്നത് ഒരിക്കലും അവരുടെ മാംസം ആഹരിക്കുവാൻ വേണ്ടിയല്ല, പകരം അവന് ആൽക്കഹോൾ കുടിക്കുവാൻ വേണ്ടിയാണ്. ആ പുലി തികഞ്ഞ മദ്യപാനിയാണ്. മദ്യത്തിൻ്റെ ലഹരി കിട്ടുവാൻ വേണ്ടിയാണ് അവൻ മദ്യപിച്ചു പോകുന്ന ആളുകളെ കൊലപ്പെടുത്തുന്നതും അവരുടെ വയറ് പുലർന്ന് അതിൽ നിന്ന് ആൽക്കഹോൾ പാനം ചെയ്യുകയും ചെയ്യും. റിപ്പോർട്ട് പ്രകാരം അവൻ വേട്ടയാടുന്ന രീതി ഇങ്ങനെയാണ്: മദ്യശാലയുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു കുറ്റിക്കാടിൽ അവൻ പതുങ്ങിക്കിടക്കും. ഒറ്റയ്ക്ക് മദ്യപിച്ചുകൊണ്ട് കൂസായി പോകുന്ന ആളുകളെ അവൻ പതിയെ പിന്തുടരും, അവർ പോലും അറിയാതെ. ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും തൻ്റെ ഇരയുടെ മുകളിലേക്ക് അവൻ ചാടി വീഴുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു കൂട്ടം ആളുകളായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവൻ അവർക്ക് പിന്നാലെ അവർ പോലും അറിയാതെ അവരെ പിന്തുടരും. ആ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ ഒറ്റപ്പെട്ട് സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് പിന്നാലെ പോകുകയും അയാളുടെ സുഹൃത്തുക്കൾ ദൂരേക്ക് അകന്നു പോകുമ്പോൾ തക്കത്തിന് തൻ്റെ ഇരയെ കൊലപ്പെടുത്തുകയും ചെയ്യും. അവൻ എങ്ങനെയാണ് തൻ്റെ ഇരകൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്? ആദ്യത്തെ 2-3 ഇരകളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവനെ ഇരയുടെ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ നടത്തത്തിൻ്റെ രീതിയിൽ വെച്ച് ആ ഇര കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കുടിച്ച വ്യക്തി നടക്കുന്നതും കുടിക്കാത്ത ആളുകൾ നടക്കുന്നതും 2 വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ. എന്തായാലും ആ സമയങ്ങളിൽ അവിടുത്തെ ആളുകളെല്ലാം ഭീതിയിലായിരുന്നു. കാരണം അവിടുത്തെ ഒട്ടുമിക്ക ആളുകളും കുടിയന്മാരായിരുന്നു. ഇനിയും ആരാണ് അടുത്തത് അവൻ്റെ ഇരയായി മാറുക എന്ന ഭീതിയിൽ അവിടുത്തെ ഓരോരുത്തരും അവരുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോയി. 2.5 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഇന്നും ഓർക്കുന്നു. ആ ഗ്രാമത്തിൽ ഒരു മുഴുകുടിയനുണ്ടായിരുന്നു. അവൻ എന്നും അവൻ്റെ ഭാര്യയെ തല്ലുമായിരുന്നു. അവൾ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും യൂണിഫോമിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്ന കാശ് അവൻ എടുക്കുമായിരുന്നു. കൊടുത്തില്ലേൽ തല്ലുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ വീട്ടിൽ വഴക്കിട്ട് ഭാര്യയെ തല്ലി കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന കാശ് എടുത്തുകൊണ്ട് കുടിക്കുവാൻ വേണ്ടി പോയി. എന്നാൽ അവൻ അന്ന് അറിഞ്ഞിരുന്നില്ല ഇത് അവൻ്റെ അവസാനത്തെ കുടിയാണെന്ന്. അവൻ പിന്നീട് ഒരിക്കലും ആ ഗ്രാമത്തിലേക്കോ ആ വീട്ടിലേക്കോ മടങ്ങിയെത്തിയില്ല. അവൻ്റെ പിന്നാലെ പോയ ആ മരണത്തിൻ്റെ നാഥൻ
അവനെ പിന്തുടർന്ന് കൊലപ്പെടുത്തി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അറിയുവാൻ സാധിച്ചത് അയാൾ കൊല്ലപ്പെട്ട വിവരമാണ്. അങ്ങനെ പതിയെ പതിയെ അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു, ഈ പുലി ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ആളുകളെ, മുഴുകുടിയന്മാരെയാണ് അവൻ വേട്ടയാടി കൊലപ്പെടുത്തുന്നത് എന്ന്. എന്നാൽ ആ പുലി പോലും അറിയാതെ അവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയ കഥയാണ് ഇനിയും പറയാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ വ്യക്തി അല്പം കുടിയനായിരുന്നു എങ്കിലും നല്ലൊരു വ്യക്തിയാണ്. ഒരു ഫാമിലി മാനാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അയാളെ പുലി ആക്രമിച്ചതോടെ അവിടുത്തെ ആളുകളുടെ സ്വഭാവം മാറി. ആ പുലിയെ കൊന്നുകളയുവാൻ തന്നെ അവിടുത്തെ ആളുകൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടി 2-3 വേട്ടക്കാരെ അതിനുവേണ്ടി നിയോഗിച്ചു. ഒന്ന് ലഖ്പത് സിംഗ് റാവത്തും മറ്റേത് ജയ് വകിൽ എന്ന ഒരു വേട്ടക്കാരനുമായിരുന്നു. വകിൽ ആ പുലിയെ കൊല്ലുവാൻ പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും തലനാഴിഴയ്ക്കാണ് ആ പുലി അദ്ദേഹത്തിൻ്റെ ഷോട്ടിൽ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോയത്. അതുകൂടാതെ 2 വേട്ടക്കാർ കൂടി അതിനെ പിടിക്കുവാൻ വേണ്ടി വന്നുവെങ്കിലും 2 പേർക്കും അവരുടെ ഷോട്ട് മിസ്സാകുകയായിരുന്നു. അതോടെ ആ പുലി തന്ത്രശാലിയാണെന്നും അവനെ പിടിക്കുവാൻ അല്പം പ്രയാസമാണെന്നുള്ള വിവരം അവിടെ ആകെ പാട്ടായി. അങ്ങനെ റാവത്ത് കളത്തിലേക്ക് ഇറങ്ങി ആ പുലിയെ പിടിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഇവിടുത്തെ ആളുകളുടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് .315 റൈഫിലായിരുന്നു. പദ്ധതികൾ അയാൾ ആവിഷ്കരിച്ചു. മരത്തിൻ്റെ മുകളിൽ മച്ചാൽ കെട്ടി ആ പുലിയെ പിടിക്കുവാനായിരുന്നു തീരുമാനിച്ചത്. അതും 300 യാർഡ് അകലെ നിന്നു. അദ്ദേഹത്തിൻ്റെ ടെലിസ്കോപ്പ് പിടിപ്പിച്ച റൈഫിലിൽ കൂടി അതിനെ നിറയൊഴിച്ച് വീഴ്ത്തുവാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. 2014 സെപ്റ്റംബർ 30 നമ്മൾ പോകുന്നത് ഒരു കല്യാണ ആഘോഷ വീട്ടിലേക്കാണ്. ഇന്നത്തെ ആ ദിവസം അവിടെ ആഘോഷത്തിൻ്റെ രാവുകളാണ്. മദ്യം ധാരാളമായി ലഭിക്കും. അവിടെ നിന്നും ആളുകൾ മദ്യം ധാരാളമായി സേവിക്കുന്നുണ്ട്. അതിലൊരാൾ ധാരാളമായി മദ്യം സേവിച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അയാൾ വീട്ടിലേക്ക് പോകുകയാണ്. സമയം ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 1 മണി കഴിഞ്ഞ് കാണും. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം 3 കിലോമീറ്ററാണ്. അവിടെ നിന്നും യാത്ര പറഞ്ഞു പോയ അയാളെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അയാളുടെ ശരീരം പിന്നീട് കിട്ടിയത് അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിൽ നിന്നുമാണ്. സംഭവം നടന്ന് ഏകദേശം 2 ദിവസങ്ങൾക്കപ്പുറമാണ് റാവത്ത് ആ സ്ഥലം പരിശോധിക്കുവാൻ വേണ്ടി ചെന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു കന്നുകാലിയെ കൊന്ന് കാൽ ഭാഗം മാത്രം ആഹരിച്ചിട്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അയാൾ അതിനരികിൽ പോയി വിശദമായി ഒന്ന് പരിശോധിച്ചു. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. അതിൻ്റെ അരികിൽ കാണുവാൻ സാധിച്ച കാലടയാളങ്ങൾ താൻ മുന്നേ കണ്ട ആ ആൽക്കഹോളിക് മാനീറ്ററിൻ്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. അത് കുറച്ചു മാത്രമാണ് ഈ കന്നുകാലിയുടെ ശരീരത്തിൽ നിന്നും ആഹരിച്ചതെന്നും അത് ഇനിയും ഭക്ഷിക്കുവാൻ വേണ്ടി ഇവിടേക്ക് മടങ്ങി വരുമെന്നും അയാൾ മനസ്സിലാക്കി. ഇന്നത്തെ ദിവസം ഇവിടെ തങ്ങാമെന്നും ഏതെങ്കിലും ഒരു മരത്തിൽ മച്ചാൽ കെട്ടി അവിടെ കാത്തിരിക്കാമെന്ന തീരുമാനത്തിൽ റാവത്ത് എത്തിച്ചേർന്നു. അങ്ങനെ അയാൾ ചുറ്റുപാടും നോക്കി 2 മരങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ ഇര കിടക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 50 യാർഡ് അകലെയാണ് ആ മരം നിൽക്കുന്നത്. റാവത്ത് അതിനരികിലേക്ക് പോകുകയും വിശദമായി പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ തന്നെ മച്ചാൻ കെട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ ഗ്രാമീണരുടെ സഹായത്തോടെ അതിനു മുകളിൽ ഒരു മച്ചാൻ അയാൾ കെട്ടിയൊരുക്കി. 2 മരങ്ങൾക്കിടയിൽ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമാണ് നിർമ്മിച്ചെടുത്തത്. അതിനെ മരങ്ങളുടെ ഇലകൾ കൊണ്ട് മറച്ചു വയ്ക്കുവാനും അവർ ശ്രദ്ധിച്ചിരുന്നു. തറനിരപ്പിൽ നിന്നും ഏകദേശം 15 അടി ഉയരത്തിലാണ് ഇപ്പോൾ മച്ചാൻ നിൽക്കുന്നത്. ഇന്ന് ഒക്ടോബർ 1, 2014. റാവത്ത് തങ്ങൾ കെട്ടിയൊരുക്കിയിരിക്കുന്ന മച്ചാൻ നോക്കി. അതിനു ചുറ്റും 4-5 മരങ്ങൾ കൂടിയുണ്ട്. അതായത് ചുറ്റുപാടുമുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്നും ഈ മച്ചാനെ ആ മരങ്ങൾ മറച്ചു വയ്ക്കുവാൻ ഏറെ സഹായിക്കും. അദ്ദേഹം തൻ്റെ ഹെൽപ്പറുടെ സഹായത്തോടെ ആ മച്ചാന് മുകളിലേക്ക് വലിഞ്ഞു കയറി. പിന്നെ കൂടെ ആ സഹായിയും എത്തി. ഇരുവരും ആ മച്ചാനിൽ ഇരിപ്പുറപ്പിച്ചു. റാവത്തിൻ്റെ കൂടെ വന്ന ഹെൽപ്പറിൻ്റെ കയ്യിൽ ഒരു സർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു. അവരുടെ പദ്ധതി ഇതാണ്: പുലി തൻ്റെ ഇരയെ ആഹരിക്കുവാൻ വേണ്ടി അവിടെ എത്തുന്ന സമയം സർച്ച് ലൈറ്റ് അതിന് നേരെ പ്രകാശിപ്പിക്കും. ആ സമയം തന്നെ തൻ്റെ റൈഫിലെടുത്ത് അതിന് നേരെ നിറയൊഴിക്കും, അതിനെ കൊല്ലും. ഇതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ സമയം പതിയെ മുന്നിലേക്ക് നീങ്ങി. ഇരുട്ട് അവിടെ ആകെ കവർന്നെടുത്തു. സമയം ഇപ്പോൾ രാത്രി 1 മണി ആയിരിക്കുന്നു. അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടി അദ്ദേഹം കൂടെ കൂട്ടിയ സഹായിയുടെ കൂർക്കംവലി വല്ലാതെ റാവത്തിനെ ശല്യം ചെയ്യുന്നു. ഈ കൂർക്കംവലിയിൽ തൻ്റെ ചുറ്റുമുള്ളതൊന്നും കേൾക്കുവാൻ സാധിക്കുന്നില്ല എന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. 1 മണി ആയതോടെ പതിയെ തൻ്റെ ഹെൽപ്പറെ തട്ടി ഉണർത്തി. ഇനിയും ഏത് നിമിഷവും അവൻ ഇവിടേക്ക് കടന്നു വരുമെന്നും ചുറ്റുപാടും നിരീക്ഷിക്കാനെന്നും അയാളോട് പറഞ്ഞു.
പുലി ഇര കിടക്കുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാനൊരു സിഗ്നൽ തരുമെന്നും നീ അവിടേക്ക് സെർച്ച് ലൈറ്റ് പ്രകാശിപ്പിക്കണമെന്നുമാണ് റാവത്ത് അദ്ദേഹത്തോട് പറഞ്ഞത്. സമയം പതിയെ മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ചുറ്റുപാടും അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ആ പുലിയുടെ കാൽപതന ശബ്ദങ്ങൾ അവർ കേട്ടു. അതോടെ റാവത്ത് തൻ്റെ റൈഫിലെടുത്ത് തോളിലേക്ക് വെച്ചു. സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു. തൻ്റെ ലക്ഷ്യത്തിലേക്ക് തൻ്റെ തോക്ക് ചൂണ്ടി നിന്നു. സിഗ്നലിന് വേണ്ടി തൻ്റെ സഹായി കാത്തിരുന്നു. പുലി പതിയെ തൻ്റെ ഇരയുടെ അരികിലെത്തി അതിനെ ആഹരിക്കുവാൻ തുടങ്ങിയ സമയം റാവത്ത് സിഗ്നൽ കൊടുത്തു. സെർച്ച് ലൈറ്റ് അതിന് നേരെ പ്രകാശിച്ചു. പുലിയുടെ മുഖവും ശരീരവും വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് കാണുവാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലേക്ക് നിറയൊഴിച്ചു. പാഞ്ഞു വന്ന തിര തറച്ചു കയറിയത് ആ പുലിയുടെ ലെങ്സിലേക്കായിരുന്നു. ഒരു മുരൾച്ച മാത്രമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. പിന്നീട് നിശ്ചലമായി. അതോടെ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ തിര വന്ന് തറച്ചു കയറിയിരിക്കുന്നത് അതിന് ലെങ്സിലാണെന്ന്. പിന്നെ രണ്ടാമത്തെ തിരയും ഉതിർത്തു. അതോടെ ആ പുലി വശത്തേക്ക് ചരിഞ്ഞു വീണ് മരിച്ചു കഴിഞ്ഞിരുന്നു. ഒന്ന് പിടയ്ക്കുവാൻ പോലും കഴിയാതെ ലോകത്തോട് വിട പറഞ്ഞു. ആദ്യം അദ്ദേഹം ലക്ഷ്യം വെച്ചത് ആ പുലിയുടെ തലയുടെ നേരെ ആയിരുന്നു. സെർച്ച് ലൈറ്റിന്റെ പ്രകാശത്തിൽ ആ പുലി മുകളിലേക്ക് കുതിച്ച് ചാടിയത് കൊണ്ടാണ് തൻ്റെ ലക്ഷ്യം തെറ്റിയതും അതിൻ്റെ ലെങ്സിലേക്ക് തിര തറച്ചു കയറിയതും അയാൾ വ്യക്തമാക്കി. അതുകൊണ്ടാണ് ആദ്യ ഷോട്ടിന് ശേഷം വിചിത്രമായ രീതിയിൽ ആ പുലി ശബ്ദമുണ്ടാക്കിയത്. അങ്ങനെ ആ പുലിയെ പോസ്റ്റ്മോർട്ടം ചെയ്തു. 14 വയസ്സുള്ള ഒരു പുലിയായിരുന്നു അത്. അതിൻ്റെ വായ്ക്ക് സാരമായ പരുക്ക് പറ്റിയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പല്ലിന് നിരവധി ഡാമേജുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ അവസാനത്തെ ആക്രമണത്തിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടാഞ്ഞത്. കൂർത്ത കോമ്പലുകൾ അയാളുടെ കഴുത്തിലേക്ക് ആഴത്തിൽ ഇറക്കാഞ്ഞത്. നഖങ്ങൾ കൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവുകളും പോറലുകൾ മാത്രം സംഭവിച്ചതും. അതുപോലെ തന്നെ ആ പുലി ഒരു വലിയ പുലി തന്നെയായിരുന്നു. ഏകദേശം 7.30 അടി വലിപ്പമുണ്ടായിരുന്നു അതിന്. അതുപോലെ തന്നെ അതിൻ്റെ ശരീരത്തിലെ മസിലുകൾ അത്രയ്ക്കും ബലമേറിയതായിരുന്നു. ചില ബോഡി ബിൽഡറുകൾ സ്റ്റിറോയിഡ് കുത്തിവെച്ച് അവരുടെ മസിലുകൾ പെരിപ്പിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയായിരുന്നു അവൻ്റെ മസിലുകളും ഇരുന്നതെന്നാണ് റാവത്ത് പറഞ്ഞത്. അതിന് പിന്നിൽ ഒരു പക്ഷേ ഈ ലഹരിയായിരിക്കാം. ആ പുലിയെ കാണുവാൻ വന്നത് ഏകദേശം 40ഓളം ആളുകളാണ്. അതിൽ ആക്രമിക്കപ്പെട്ട ആ വ്യക്തിയും ഉണ്ടായിരുന്നു. അയാൾ ആ പുലിയെ കണ്ട് ആകെ ഞെട്ടി വിറച്ചുപോയി. അദ്ദേഹം മാറി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തൻ്റെ കുട്ടികളെ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇത്രയും വലിപ്പമുള്ള ശക്തനായ ഒരു പുലിയുടെ കയ്യിൽ നിന്നുമാണോ താൻ രക്ഷപ്പെട്ടതെന്ന്. അദ്ദേഹം തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു. തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഇവളുടെ ധൈര്യമാണെന്നും അയാൾ പറഞ്ഞു. ഇനിയും താൻ മദ്യപാനം നടത്തില്ല എന്ന് പോലും അയാൾ അവിടെ വെച്ച് പറയുകയുണ്ടായി. അങ്ങനെ ദീദിഹാട്ടിലെ ആൽക്കഹോളിക് മാനീറ്റർ മരിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.